നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്, ഒരു സ്നാക്ക് ഐറ്റമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയും ഉരുളക്കിഴങ്ങാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള എപ്പോഴും കാണുന്ന ചേരുവകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തോടൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മുട്ടയുടെ യോഗ് പാർട്ട്, അതായത് മഞ്ഞ നമുക്കൊന്ന് എടുത്ത് മാറ്റും. ഇതിങ്ങനെ ആക്കുമ്പോൾ തന്നെ വെള്ള പൊട്ടിപ്പോകാത്ത രീതിയിൽ ഇതുപോലെ കിട്ടും. ഈ ഒരു അളവിൽ നമുക്ക് 6 സ്നാക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു ഇടത്തരം ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ മുഴുവനോടെ എടുക്കുന്നില്ല, പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന അരിയോക്ക് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ 1-2 എണ്ണം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത് ഓപ്ഷണലാട്ടോ, ഞാനിതിപ്പോൾ കളയേണ്ടെന്ന് വെച്ചിട്ട് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത്, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, ചെറിയ കഷ്ണം ഉള്ളി, കുറച്ച് മല്ലിയില, ക്യാബേജ്, ക്യാരറ്റ്, ഇത്രയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 2 എണ്ണമാണ് ചേർത്തിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എന്ത് ചേർത്താലും ഇതുപോലെ മാക്സിമം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതാണ് ഫില്ലിങ്. പച്ചമുളകിന് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ടൊരു സോസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു പിടി മല്ലിയില, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. ഇനി ഞാൻ കുറച്ച് മയണൈസും കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പൊന്നും ചേർക്കുന്നില്ല. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും, കുഴപ്പമില്ല. നമുക്കിതിൽ കുറച്ച് മയണൈസും കൂടി ചേർക്കാനായിട്ടുണ്ട്. അതും കൂടി ചേർക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇത് സ്കിപ്പ് ചെയ്യില്ല. ഇതാണ് ഈ സോസിന് കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കുന്നത്. മയണൈസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ക്രീം ചീസും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. മിക്സ് ആക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡറിലിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ടെക്സ്റ്റാണ് കിട്ടുക. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതും മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് ഒന്നുകിൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമായിട്ടുണ്ട്. അതായത് ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലെക്സ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇതുപോലെ ഒന്ന് റെഡിയാക്കി വയ്ക്കുക. അടുത്തായിട്ട് ഒരു ബൗളിലോട്ട് 2.5 ടേബിൾ സ്പൂൺ മൈദമാവ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്മൂത്ത് ബാറ്ററാക്കി എടുക്കുക. ഒത്തിരി അങ്ങ് ലൂസായി പോയെടുത്ത് ഒരു മീഡിയം കൺസിസ്റ്റൻസി, നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് റെഡിയാക്കിയില്ല, ആ ഒരു കൺസിസ്റ്റൻസിയാണ് ആകേണ്ടത്. ഇനി അടുത്തായിട്ട് കുറച്ച് ചീസും കൂടി ആവശ്യമുണ്ട്. ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു അളവിൽ ഒരു 7 ബോൾസ് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കി വെച്ചാൽ നമുക്ക് സ്നാക്ക് തയ്യാറാക്കാം. നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ഭാഗം എടുക്കുക. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് കൂടുതൽ ഒഴിക്കേണ്ട, ജസ്റ്റ് ആ ഒരു 1/4 ഭാഗം ഫില്ലാവുന്ന രീതിയിൽ മാത്രമേ സോസ് ഒഴിക്കാവൂ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസും കൂടി വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതുപോലെ ആക്കിയതിന് ശേഷം ഇതൊന്നിങ്ങനെ സീൽ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഒഴിച്ച ആ സോസ് പുറത്ത് പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. കണ്ടോ, നോക്കൂ, ഇതിപ്പം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലവറിൻ്റെ ഒരു ലുക്ക് ഉണ്ട് കാണാനായിട്ട് അല്ലേ, അതാണ്. അപ്പോൾ ഇതുപോലെ ബാക്കി കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഒന്ന് കാണിച്ചു തരാം. മുട്ടയുടെ വെള്ളയിലോട്ട് ഇതുപോലെ സോസ് ഒഴിച്ചു കൊടുക്കുക. സോസ് ഒഴിക്കുമ്പോൾ നിറഞ്ഞു പോകില്ല കേട്ടോ, ഇതുപോലെയാണ് ഒഴിക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചീസ് വയ്ക്കുക. പിന്നെ നമ്മുടെ ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതുപോലെ ബാക്കി കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ 6 സ്നാക്ക് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.
ബാക്കി ഒരു ബോളൊന്ന് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സ്ചർ കുറച്ച് കട്ടിയായി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ട് വെച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു മിക്സറിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും മൈദ മിക്സ്ചർ ആകുന്ന രീതിയിലായിരിക്കണം ഒഴിച്ചെടുക്കേണ്ടത്. ഇതുപോലെ ഇനി ഇത് മെല്ലെ കോൺഫ്ലെക്സ് പൊടിയിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അതായത് സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ്. ശരിക്കും കട്ട്ലറ്റ് എപ്പോഴും തയ്യാറാക്കുമ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിലാണ് തയ്യാറാക്കുന്നത്. പക്ഷേ കോൺഫ്ലെക്സ് പൊടിച്ച് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ. അതാണ് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും. അതുകൊണ്ടാണ് കോൺഫ്ലെക്സ് പൊടിച്ച് ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആണെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒന്നും കൂടി ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ മൈദ മിക്സറിലോട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം കോൺഫ്ലവർ പൊടിയിലോട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ബാക്കി ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനത്തെ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒത്തിരി അങ്ങ് ക്രൗഡഡ് ആക്കരുത്. അതായത് നമുക്ക് തിരിച്ചിടാനായിട്ട് എളുപ്പത്തിനായിരിക്കണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ടുള്ളത്. പിന്നെ ഒത്തിരി കുക്കിംഗ് ടൈമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് മെല്ലെ ഒന്ന് തിരിച്ചിട്ടെടുക്കുക. പൊട്ടാത്ത രീതിയിലാണ് തിരിച്ചിടാനായിട്ടുള്ളത്. അങ്ങനെ രണ്ട് സൈഡും ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് പ്രോസസ്സ് ഉണ്ട് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിലുള്ള ചേരുവകളായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. ഇതിനുള്ളിൽ ചീസ് നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു മെൽറ്റായിട്ട് നല്ല ടേസ്റ്റാണ്. പ്രസൻറ്റേഷൻ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സെർവ് ചെയ്യുമ്പോൾ ഈ ഒരു സോസും കൂടി വെക്കണേ. അപ്പോൾ ഈ ഒരു സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.